തമിഴ് യൂട്യൂബർ അറസ്റ്റിലായിരിക്കുന്നു. ഫെലിക്സ് ജെറാൾഡ് ആണ് അറസ്റ്റിലായിരിക്കുന്നത്. ചെന്നൈ സെൻട്രൽ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനിടെ കരൂർ ദുരന്തത്തിന് പിന്നാലെ വിവാദ പോസ്റ്റുമായി TVK ജനറൽ സെക്രട്ടറി ആധവ് അർജുന രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് TVK പ്രവർത്തകനെ തല്ലുന്ന ദൃശ്യങ്ങൾ അടക്കമാണ് പോസ്റ്റ്. യുവജന വിപ്ലവത്തിന് സമയമായെന്നും ശ്രീലങ്കയും നേപ്പാളും ആവർത്തിക്കാനും പോസ്റ്റിൽ ആഹ്വാനമുണ്ട്. പോസ്റ്റ് കലാപാഹ്വാനമെന്നും ആദവിനെതിരെ കേസെടുക്കണമെന്നും DMK ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവാദമായതോടെ ആദവ് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. അഷ്കരലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കരലി, ഇത് കിട്ടിയിരുന്നുകൊണ്ട് TVK തൃപ്തിപ്പെടുന്നില്ലേ? വീണ്ടും വിവാദ പോസ്റ്റുമായി ഇറങ്ങിയിരിക്കുകയാണോ? യുവജന വിപ്ലവത്തിന് സമയമായി പോലും. മരിച്ച മനുഷ്യരെ ഒരു നേതാവും പോയി കണ്ടിട്ടില്ല. എന്ത് പോസ്റ്റാണിത്? ഇപ്പോൾ പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണോ? വിവാദമായതോടെ തന്നെ അർജുൻ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. ഈ TVKയുടെ തന്നെ പ്രധാന ഭാരവാഹികളിൽ ഒരാളാണ്, അഥവാ തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്കുള്ള അതിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഒരാൾ കൂടിയാണ് അർജുൻ. അഥവാ ഈ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നതൊക്കെ തന്നെ മുൻപന്തിയിലുള്ള ആൾ കൂടിയാണ്. അത്തരം ഒരു നേതാവാണ് ഇത്തരത്തിൽ ഒട്ടും ഒരുപക്ഷെ ബുദ്ധിശൂന്യമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും. എന്തായാലും വിവാദമായതോടെ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റിൽ പറയുന്നത്, ഒന്ന്, നേപ്പാളും ശ്രീലങ്കയും ഒക്കെ പോലെ ഒരു യുവജന വിപ്ലവം ഇത്തരത്തിൽ തമിഴ്നാട്ടിലും വേണം. അത് പ്രത്യേകിച്ച് പോലീസിനെതിരെയൊക്കെ അത്തരം ഒരു വിപ്ലവം വേണമെന്നാണ് ഈ പോസ്റ്റിലൂടെ അർജുൻ അത് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, യുവജന വിപ്ലവത്തിനുള്ള ഒരു സമയം ഇപ്പോൾ ആയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു ആളുകളെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ലാത്തി വീശുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതടക്കം പങ്കുവെച്ചുകൊണ്ടാണ് പോലീസിനെതിരെയും അതുപോലെ തന്നെ സർക്കാരിനെയും എതിരെയും ഒക്കെ തന്നെ ഒരു സായുധ വിപ്ലവം തന്നെ വേണം, യുവജന വിപ്ലവം വേണം എന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർന്നു. മാത്രമല്ല, DMKയുടെ വക്താവ് അണ്ണാദുരൈ അടക്കം മാധ്യമങ്ങളിൽ കാണുകയും ഇവർക്കെതിരെ കേസെടുക്കുന്ന ആവശ്യം ശക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ സമൂഹ മാധ്യമ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് DMK സർക്കാർ കടന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബർ, തമിഴ്നാട്ടിൽ അത്യാവശ്യം സ്വാധീനമുള്ള റെഡ് പിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന അത്തരമൊരു യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്ന ജെറാൾഡ് എന്നയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫെലിക്സ് ജെറാൾഡ് എന്നാണ് ആളുടെ പേര്. തമിഴിലെ ഒരു പ്രധാന യൂട്യൂബർ കൂടിയാണ്. ചെന്നൈയിലെ സെൻട്രൽ യൂണിറ്റാണ് ഇപ്പോൾ അയാൾ സെൻട്രൽ ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ അയാൾ യൂട്യൂബിൽ പങ്കുവെച്ച കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില വിവാദ പരാമർശങ്ങളുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിന് ദോഷകരമായ പരാമർശങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ യൂട്യൂബറുടെ അറസ്റ്റ് കൂടി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു. അഷ്കരലി കരിമ്പയാണ് കരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.